ഹായ്, എല്ലാവർക്കും മീനട്ടി സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അതിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം, അല്ലേ? ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ അയൽവക്കത്തെ ഒരു 19 വയസ്സുകാരി എന്റെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. 19 പറയുമ്പോൾ തീരെ ചെറുപ്പമാണല്ലോ. പക്ഷേ എന്റെ വീടിന്റെ അയൽവക്കത്തുള്ള 19-കാരി ആള് ചെറുപ്പമാണെങ്കിലും നല്ല സുന്ദരിക്കുട്ടി തന്നെയായിരുന്നു. ഉരുണ്ടിരിക്കുന്ന ശരീരപ്രകൃതി. അവൾക്ക് പല ദാഹവുമുണ്ടായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഞാനത് മാറ്റിക്കൊടുത്തു. അതെങ്ങനെയാണെന്ന് പറയാം. എന്റെ പേര് അമൽ. ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും ചേച്ചിയുമാണ് ഉള്ളത്. ചേച്ചിയെ വിവാഹം കഴിച്ചയച്ചു. ഇപ്പോൾ ഞാനും അച്ഛനും അമ്മയും മാത്രമാണ് എന്റെ വീട്ടിലുള്ളത്. ഒരിക്കൽ എനിക്ക് ക്ലാസ് ഒന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് എന്റെ അയൽവക്കത്തുള്ള വീട്ടിലെ പെണ്ണ് അവൾക്കൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിനു വേണ്ടി എന്റെ അടുത്തു വന്നു. കഴിഞ്ഞ വർഷം എനിക്കുണ്ടായിരുന്ന അതേ പ്രോജക്റ്റായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവൾ +2 പഠിക്കുന്നു. അവളുടെ പേര് കൃഷ്ണ. ഒരിക്കൽ ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവൾ എന്നോട് ആദ്യമായി മിണ്ടി. എനിക്കും അന്ന് പ്രോജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയായിരുന്നു അവൾ എന്നോട് മിണ്ടിയത്. സത്യത്തിൽ അവൾ എന്നോട് മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആശിച്ചു. അങ്ങനെ ഇപ്പോൾ മിണ്ടിയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വളക്കണമെന്ന് ഞാൻ പണ്ടേ മുതൽ ആശിച്ചത് എത്രയും പെട്ടെന്ന് പ്രോജക്റ്റ് എന്ന പേരിൽ നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കുറപ്പായിരുന്നു. അവളോട് എന്റെ പ്രോജക്റ്റ് ഇതേപോലെ തന്നെയാണെന്നും അത് വീട്ടിൽ ഇരിപ്പുണ്ട് എടുത്തുതരാമെന്നും ഞാൻ പറഞ്ഞു. സത്യത്തിൽ അവൾ പ്രോജക്റ്റിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അവളെ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ ഓർക്കുന്നത്. അവളെ എങ്ങനെ അടുത്ത് കിട്ടും എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. അങ്ങനെ ശനിയാഴ്ച രാവിലെ അമ്മയും അച്ഛനുമൊക്കെ ജോലിക്ക് പോയിക്കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ ഞാൻ അവളോട് പറഞ്ഞു. അതനുസരിച്ച് അവൾ ശനിയാഴ്ച രാവിലെ 10 ആയപ്പോഴേക്കും എന്റെ വീട്ടിലേക്ക് വന്നു. അവൾ വന്നപ്പോൾ കുറച്ചുനേരമെങ്കിലും അവളെ പിടിച്ചു നിർത്തി കുറച്ചു കൂട്ടായാൽ മാത്രമേ എന്റെ ആഗ്രഹം സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയില്ല എന്നും പറഞ്ഞ് ഞാൻ അവളെ അകത്തെ സോഫയിലിരുത്തിയിട്ട് മുറിയിലേക്ക് തപ്പാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞുപോയി. കുറച്ചുനേരം ഞാൻ എന്റെ മുറിയിൽ കയറി വാതിലിന്റെ സൈഡ് വഴി അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ ഞാനിപ്പോൾ പ്രോജക്റ്റുമായിട്ട് വരും എന്ന വിചാരത്തിൽ അവിടെ എന്നെയും കാത്തിരിക്കുകയാണ്. ഞാൻ അവളെ അടിമുടി നോക്കി. മൊത്തത്തിൽ നല്ലൊരു സുന്ദരിയാണ്. 19 വയസ്സാണെങ്കിലും നല്ല മുഴുത്ത ശരീരപ്രകൃതിയായിരുന്നു. എല്ലാം തന്നെ കുറച്ചധികമാണ്. അങ്ങനെ ആ ഒരു സുന്ദരിയായിരുന്നു ഞാനും കൊതിച്ചത്. അതുപോലെ തന്നെ ഇരിക്കുന്ന ഒന്നായ അയൽവക്കത്തുള്ള കൃഷ്ണ. ഞാൻ അവളെ വീണ്ടും അടിമുടി നോക്കി. അവൾ എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ വീടിന്റെ ചുമരിലിരിക്കുന്ന ഫോട്ടോസ് നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അവൾ മുകളിലും അടിയിലുമൊന്നും ഇട്ടിട്ടില്ല. എന്തോ നന്നായി തള്ളി നിൽക്കുന്നത് കാണാം. അതു കണ്ടതും ഞാനൊന്ന് ഞെട്ടി. ഇനി എനിക്ക് തോന്നിയതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി നോക്കിയപ്പോൾ 2 എണ്ണങ്ങൾ കിടന്ന് നന്നായി കുലുങ്ങുകയാണ് നടക്കുന്നതനുസരിച്ച്. കാര്യം, അവൾ പതുക്കെയാണ് നടക്കുന്നത്. പക്ഷേ രണ്ടും നന്നായി കിടന്ന് തുള്ളുകയാണ്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, അകത്തൊന്നും ഇട്ടിട്ടില്ല. മാത്രമല്ല ഒരു വെള്ള പോലത്തെ കളറാണ് ഇട്ടിരിക്കുന്നത്. ചെറുതായി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വേഗം ചെന്ന് എന്റെ പ്രോജക്റ്റ് തപ്പാൻ തുടങ്ങി. അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രോജക്റ്റ് ചെയ്തിട്ട് സാറിനെ കാണിച്ചിട്ട് തിരിച്ചു തന്നത് അതുപോലെ ഞാൻ സൂക്ഷിച്ചു തന്നെ എടുത്തുവച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കേടുപാടും പറ്റിയില്ല. പക്ഷെ അതേപോലെ ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടുകൊടുത്താൽ അവൾ അതും മേടിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് തന്നെ പോകും. അങ്ങനെ വീട്ടിലേക്ക് പോയാൽ എന്റെ കാര്യം നടക്കുകയില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും എന്ന് കുറച്ചുനേരം ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ചെറുതായിട്ടത് കീറിവെക്കുകയാണെങ്കിൽ അവളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തി കുറേ നേരം കൊണ്ട് അത് എഴുതിപ്പഠിപ്പിക്കാൻ കഴിയും. കാരണം കീറിപ്പോയ സ്ഥലത്തുള്ളതൊന്നും അവൾക്ക് വായിക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ സഹായിക്കാം എന്ന പേരിൽ അത് വാങ്ങി പറഞ്ഞുകൊടുക്കാൻ എനിക്ക് കഴിയും. അങ്ങനെ വന്നാൽ അവൾ കുറേ നേരം കൂടി ഇവിടെ ഇരിക്കും. അപ്പോൾ എന്റെ ആഗ്രഹം സാധിക്കാനും കഴിയുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ആ പ്രോജക്റ്റ് കുറച്ച് കീറിവെച്ചു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്റെ കണ്ണുകൾ അവളുടെ മാറിലേക്ക് തന്നെയായിരുന്നു. കാരണം അകത്തൊന്നുമില്ലാത്തതുകൊണ്ട്
ഏതെങ്കിലും കാരണവശാലും അതൊന്ന് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ കൊതിച്ചുകൊണ്ട് അവളെ വട്ടമിട്ടു നോക്കി. പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്റെ കീറിയ പ്രോജക്റ്റ് ഞാൻ അവളുടെ കൈയിലേക്ക് നീട്ടി. അയ്യോ, ഇത് മൊത്തം കീറിപ്പോയല്ലോ. കിട്ടുകയായിരുന്നെങ്കിൽ ഇതുകൊണ്ട് നേരെ വീട്ടിൽ പോയിട്ട് എഴുതിക്കഴിഞ്ഞ് തിരിച്ചുകൊണ്ടുവന്ന് തന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് അവൾ എന്നോട് പറഞ്ഞു. ആ സമയം ഞാൻ മനസ്സിൽ ഓർത്തത് തന്നെയാണല്ലോ അവളും പറഞ്ഞതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയാൽ കീറിയിരിക്കുന്ന ഭാഗത്തുള്ളതൊന്നും തന്നെ നിനക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് എഴുതിക്കൊള്ളൂ, ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഏകദേശം 2 മണിക്കൂർ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് എഴുതാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതനുസരിച്ച് അവൾ സമ്മതിക്കുകയും ചെയ്തു. അവളുടെ കയ്യിൽ കുറെ പേപ്പറും ഒരു പേനയുമൊക്കെ ഉണ്ടായിരുന്നു. അവൾ അതുവെച്ച് ഓരോന്നും എഴുതാൻ തുടങ്ങി. കീറിയ ഭാഗത്തുള്ളതൊക്കെ അവൾ പറഞ്ഞുകൊടുക്കാനും തുടങ്ങി. അതനുസരിച്ച് അവൾ എഴുതി. അങ്ങനെ ഏകദേശം ഓരോ സംസാരവും സംസാരിച്ചുകൊണ്ടും അവളെയും നോക്കി വെള്ളമിറക്കിക്കൊണ്ടും 1 മണിക്കൂറോളം പിടിച്ചുനിന്നു. അവൾ കുനിയുമ്പോഴൊക്കെ അവൾ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി ഞാൻ നന്നായി തന്നെ അവളുടെ മാറുകൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ കുനിഞ്ഞിരുന്ന് എഴുതുമ്പോഴൊക്കെ അവളുടെ ആ കൈവെച്ച് അവളുടെ ഉടുപ്പിന്റെ കഴുത്തിൽ പിടിച്ചിട്ടാണ് അവൾ കുനിഞ്ഞിരുന്ന് എഴുതുന്നത്. അങ്ങനെ കൂടിയായപ്പോൾ എനിക്കുറപ്പായി അകത്തൊന്നും തന്നെ ഇല്ല എന്ന്. ഞാൻ നൈസായിട്ട് കുടിക്കാൻ നാരങ്ങാവെള്ളം എടുത്തുകൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇന്നലെ അമ്മ കടയിൽ പോയിട്ട് വന്നപ്പോ നാരങ്ങ വാങ്ങിക്കൊണ്ടുവന്നു എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് നാരങ്ങാവെള്ളം കലക്കിക്കൊണ്ടുവന്നു. ഞാൻ അവളുടെ അടുത്തെത്തിയപ്പോഴേക്കും നാരങ്ങാവെള്ളം എടുത്തു നീട്ടി. മേടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും ഞാനത് അവളുടെ ഉടുപ്പിലേക്ക് ഒഴിച്ചു. ആ സമയം അവളുടെ അകത്തൊന്നും ഇടാത്തതുകൊണ്ട് എല്ലാം നല്ല നീതിയിൽ തെളിഞ്ഞു കാണാമായിരുന്നു. സത്യത്തിൽ അങ്ങനെ കണ്ടതും ഞാനൊന്ന് ഞെട്ടി. ഞാൻ അവളോട് അറിയാതെ ചാടിയതുപോലെ കുറേയേറെ സോറി പറഞ്ഞു. അപ്പോഴൊക്കെ എന്റെ നോട്ടം മുഴുവൻ അവളുടെ മാറിലേക്കായിരുന്നു. ഞാൻ അവളോട് ക്ഷമിക്കണം, ഞാൻ നന്നായി കഴുകിത്തരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി വെള്ളമെടുത്തുകൊണ്ടുവന്നു. ഞാൻ കഴുകിത്തരാം എന്നൊക്കെ പറയുമ്പോൾ അവൾ ഒന്നും പറയാതെ കഴുകിത്തന്നേരേ എന്ന മട്ടിലായിരുന്നു. മാത്രമല്ല, ഞാൻ അടുക്കളയിൽ പോയി ഒരു പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ടുവന്ന് അവളുടെ മാറിൽ നന്നായി തന്നെ കഴുകിക്കൊടുത്തു. സത്യത്തിൽ അവൾ അകത്തൊന്നും ഇടാതെ വന്നതുകൊണ്ട് നനഞ്ഞപ്പോൾ ഞാൻ എല്ലാം തന്നെ കണ്ടു എന്ന് അവൾക്കുറപ്പായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ കഴുകിത്തരണ്ട, അവൾ തന്നെ കഴുകിക്കൊള്ളാം എന്ന് പറയും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ അവളൊന്നും മിണ്ടാതെ ഞാൻ കഴുകിക്കൊടുക്കുന്നത് ആസ്വദിച്ചു നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ കണ്ണുകളൊക്കെ അടച്ച് വാ പതിയെ തുറന്ന് ചുണ്ടുകൾ കഴിച്ചു നിൽക്കുന്നതുപോലെ ഞാൻ കണ്ടു. സത്യത്തിൽ അവൾ മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നതായി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം അവൾ നന്നായി ആസ്വദിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ അകപ്പാടെ പ്രോജക്റ്റിനെക്കുറിച്ച് ഒരിക്കൽ മാത്രം സംസാരിച്ചൊരു പെൺകുട്ടി ഇപ്പോൾ എന്റെ വീടിന്റെ ഉള്ളിൽ പ്രോജക്റ്റിനു വേണ്ടി വന്നിരിക്കുന്നു. അവളാണെങ്കിൽ വന്നത് അകത്തൊന്നും ഇടാതെയാണ്. മാത്രമല്ല, വെള്ളം ചാടി നനഞ്ഞ് സത്യത്തിൽ ഞാൻ എല്ലാം കണ്ടിട്ടും അവൾക്കൊരു കൂസലുമില്ല എന്ന് പറയുമ്പോൾ അവളും പലതും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്റെ അടുത്തുനിന്ന് എന്ന് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അത്രയ്ക്ക് അടിപൊളിയായ ഒരു സാഹചര്യം കിട്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി മുതലെടുക്കാൻ തന്നെ നോക്കി. അപ്പോ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.